കേരള സാഹിത്യ അക്കാദമി അവാർഡിന് വേണ്ടി CPIM നേതാവ് M സ്വരാജ് അപേക്ഷിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുകയാണ് അക്കാദമി. സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം അവാർഡിനായി പരിഗണിച്ചത് മാനദണ്ഡ പ്രകാരമാണെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എന്താണ് ആ മാനദണ്ഡം? അവാർഡിനായി അപേക്ഷിക്കുകയോ അക്കാദമി ലൈബ്രറിയിൽ നിന്ന് നൽകുകയോ ചെയ്യലാണ് അവാർഡിനുള്ള മാനദണ്ഡം. സംശയമൊന്നുമില്ലാതെ എല്ലാവർക്കും ക്ലിയർ ആവും. ലൈബ്രറിയിൽ നിന്ന് പ്രാഥമിക പാനൽ പുസ്തകം വിലയിരുത്തിയാണ് ജൂറിക്ക് നൽകുക. സ്വരാജിന്റെ പുസ്തകം ജൂറി പരിഗണനയ്ക്ക് നൽകിയത് അക്കാദമിയുടെ ലൈബ്രറിയാണെന്നും CP അബൂബക്കർ പറഞ്ഞു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പുസ്തകം എന്താണ് എന്ന സംശയം ഉണ്ടാവും. അത് സ്വരാജ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഒരു കവർ ചിത്രം ഒരു അപൂർവ ശോഭയുള്ള പൂവായിരുന്നു. അപ്പൊ അത് വളരെ ആകർഷിച്ചു. ആ പൂവ് അത് ഏത് പൂവാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ അത്ര അത്യപൂർവമായ പൂവൊന്നും അല്ല. മാനന്തവാടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ ആ ചുറ്റുവട്ടങ്ങളിൽ ആ പൂവ് ഉണ്ടായിരുന്നില്ല. അത് ഏതാണെന്ന് അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാനും സാധിച്ചില്ല. പിന്നെ കാലം പോകെ പോകെ ആ മാസികയുടെ കോപ്പി തന്നെ കൈമോശം വന്നുപോയി. അപ്പോൾ ആരെയും കാണിച്ചു കൊടുക്കാനും നിർവാഹം ഇല്ലാതെയായി. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അങ്ങനെ കാലമേറെ കഴിഞ്ഞിട്ടും അത് ഏത് പൂവ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഇച്ഛാഭംഗം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് വല്ലാതെ അങ്ങനെ അസ്വസ്ഥമാക്കിയപ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എന്ന് വെച്ചാൽ ഒരു 30 കൊല്ലത്തിന് ശേഷം അത് തെരഞ്ഞു കണ്ടുപിടിച്ചു. ആ മാസികയുടെ കോപ്പി വിളപ്പിൽശാലയിലെ EMS അക്കാദമിയിലെ ലൈബ്രറിയിൽ നിന്ന് തെരഞ്ഞു കണ്ടുപിടിക്കുകയും ചില സസ്യശാസ്ത്ര ബിരുദധാരികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ പൂവ് ഏതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കരുതും അയ്യോ ഇതാണോ വലിയ കാര്യം എന്ന്. മേം തോന്നിയാണ് പൂവ്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അറിയില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ മാനന്തവാടി വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് ധാരാളം വഴിയിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. ഗ്ലോറിയോസോ എന്നാണ് പൂവിന്റെ പേര്. യാദൃച്ഛികമായി അന്വേഷണത്തിന്റെ ഒരു തുടർച്ചയിൽ ഈ പൂവിനൊരു വലിയ ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് സിംബാബ്വേയുടെ ദേശീയ പുഷ്പമാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന പുഷ്പമാണത്. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീഴം LTTE അവര് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന് സ്വപ്നം കണ്ടവരാണ്. അപ്പൊ ആ രാഷ്ട്രം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ദേശീയ പുഷ്പമാവണം എന്ന് അവർ കണക്കാക്കിയിരുന്നത് ഈ പൂവായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. അപ്പൊ ഒരു പൂവിൽ ഇത്രയും ചരിത്രവും രാഷ്ട്രീയവും മറ്റ് ശാസ്ത്രവും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്നതൊരു പുതിയ അറിവായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വ്യക്തിപരമായി പ്രത്യേക അടുപ്പം തോന്നിയ ചില പൂക്കൾ, ആ പൂക്കളുടെ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ അതിന്റെ വളരെ വിപുലമായ ചില ചരിത്ര വശങ്ങൾ, അത് ഭാഗമാക്കായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഒരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയാൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു കുഞ്ഞു പൂവും നിസ്സാരമല്ല എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്നൊരു തോന്നലിൽ നിന്നാണ് സത്യത്തിൽ ആ പുസ്തകം രൂപപ്പെട്ടു വരും. അപേക്ഷിക്കാതെ എങ്ങനെ സ്വരാജിന് അവാർഡ് കിട്ടി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ പ്രചരണം. പക്ഷെ നിലമ്പൂരിൽ സ്വരാജിനേറ്റ മുറിവ് മായ്ക്കാൻ ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പലർക്കും മനസ്സിലാവുന്നതായിരുന്നു ഈ അവാർഡ്. അപേക്ഷിക്കാതെയും അവാർഡോ എന്ന് പലരും സംശയം ചോദിച്ചപ്പോൾ അത് ഇപ്പോഴും അക്കാദമി പറഞ്ഞപ്പോഴും ആർക്കും മാറിയിട്ടില്ല. സത്യത്തിൽ ഇപ്പോൾ സ്വരാജിനോട് പാവം തോന്നുന്നു. കാരണം പാർട്ടി ചിഹ്നം നിലമ്പൂരിൽ വിജയിക്കില്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അങ്ങ് കൊന്നു. അതിന്റെ വിഷമം മാറുമ്പോഴേക്കും അടുത്ത പണിയും പിണറായി കൊടുത്തു. പക്ഷെ നൈസായി തല ഊരി സ്വരാജ് രംഗത്തെത്തി. അതിങ്ങനെ എഴുതിയിട്ടാണ്: കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടതായി അറിയുന്നു. ഇന്ന് മുഴുവൻ സമയവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നതിനാൽ ഇപ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിഞ്ഞത്. ശരിയാവും, പാവത്തിനെ കൊല്ലാൻ കൊണ്ടുപോവാന്ന് അറിഞ്ഞിട്ടും ആ പാവം പോയതാണ്. അപ്പോൾ അടുത്ത പണി കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒരു വിധത്തിലുള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്നത് വളരെ മുൻപ് തന്നെയുള്ള നിലപാടാണ്. മുൻപ് ചില ട്രസ്റ്റുകളും സമിതികളും മറ്റും പുരസ്കാരങ്ങൾക്ക് പരിഗണിച്ചപ്പോൾ തന്നെ ഈ നിലപാട് അവരെ അറിയിച്ചിരുന്നു. അതിനാൽ ഇങ്ങനെ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപനം അതൊന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ അവാർഡ് വിവരം വാർത്തയായി വന്നതിലാണ് പരസ്യ പ്രതികരണം വേണ്ടി വന്നത്. അതായത് അദ്ദേഹത്തോട് രഹസ്യമായിട്ട് താൻ വിഷമിക്കേണ്ട, നിലമ്പൂർ തോറ്റതല്ലേ, ഒരു അവാർഡ് അങ്ങ് തരാമെന്ന് പിണറായി സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് അവിടെ തീരുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വീണ്ടും വലിച്ചഴച്ച് നാണം കെടുത്തുകയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുകയാണ്. പൊതുപ്രവർത്തനത്തിനും സാഹിത്യ പ്രവർത്തനത്തിനും ഉൾപ്പെടെ ഒരു കാര്യത്തിനും ജീവിതത്തിൽ ഒരിക്കലും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന നിലപാട് ആവർത്തിക്കുന്നു. അക്കാദമിയോട് ബഹുമാനം മാത്രം. ശുഭം. ആർക്കും ഒരു സംശയവും ഇല്ലാതെ സ്വരാജ് കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തിനോട് പാവം തോന്നുവാണ്.
ഇതിനിടയിൽ കൃതിക്ക് പിന്നിലെ കോപ്പിയടിയും പുറത്തു വന്നിരുന്നു. അതും കോൺഗ്രസ് തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. എം സ്വരാജിന് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് ഇട്ടങ്ങ് പുകയ്ക്കുകയാണ് പാർട്ടി. CPIM എന്ത് ചെയ്തു? നിലമ്പൂര് നിർത്തി വീണ്ടും ഈ പുരസ്കാരം കൊടുത്തു. അതായത് പുഴയിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന് അതിന്റെ ഇരട്ടി വെള്ളമുള്ള കടലിൽ കൊണ്ടിട്ട അവസ്ഥയിലേക്ക് സ്വരാജിനെ നയിക്കുകയാണ് പാർട്ടി എന്നതാണ് സത്യം. സാധാരണഗതിയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നൽകുന്നത് താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടാണ്. ഇത്തവണത്തെ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള അക്കാദമിയുടെ കുറിപ്പ്, ഒരു അറിയിപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ ആരും അപേക്ഷിക്കാതെ തന്നെ അക്കാദമി സ്വന്തം നിലയ്ക്ക് ചില ഗ്രന്ഥങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് വിളിച്ച് അവാർഡുകൾ കൊടുക്കുന്നുണ്ടെന്നും തോന്നുന്നു. ഗ്രന്ഥകർത്താവോ പ്രസാധകരോ മറ്റ് താൽപര കക്ഷികളോ അപേക്ഷിക്കാതെ തന്നെ പ്രമുഖ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾക്ക് അവാർഡ് നൽകാൻ അക്കാദമിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമായി ഇത് കാണാവുന്നതാണ്. സാംസ്കാരിക വകുപ്പിനും സാഹിത്യ അക്കാദമിക്കും അവാർഡ് ജേതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതാണ് VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് സ്വരാജിന്റെ ഉള്ള അഭിമാനം കൂടെ പിണറായി വിജയനും കൂട്ടരും തകർത്തു കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന് അലക്കി ഒതുക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു വീണ്ടും സ്വരാജിനെ. ഇനി മരുമോന്റെ എതിര് നീ വന്നാൽ ചുരുട്ടിക്കൂട്ടും എന്ന് മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നോളാനും പറഞ്ഞുന്നതാണ് ഈ അവാർഡ്. ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും സ്വരാജിന്റെ നെഞ്ചിൽ തീ വാരി ഇട്ടാണ് പാർട്ടിയും നേതൃത്വവും രസിക്കുന്നത്.